ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് കാർ, ബാഡ് മൈലേജ്. നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ട് കാണും. അതായത് ഏതെങ്കിലും ഒരു കാറിൻ്റെ സെയിൽസ് ഷോറൂമിലേക്ക് പോകുമ്പോൾ അവിടെ സെയിൽസ്മാൻ എന്താണ് പറയുന്നത്? സാർ, ഈ കാറിൻ്റെ എൻജിൻ വളരെ അമേസിംഗ് ആണെന്ന്, ഇതിൻ്റെ ബോഡി വളരെ ആരോഡൈനാമിക് ആണ്, ടയർ എല്ലാം അടിപൊളിയാണ്, പിന്നെ ഈ കാറും കൊണ്ട് നിങ്ങളൊരു എക്സ്പ്രസ് ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് 1 ലിറ്ററിന് ആവറേജ് എത്ര മൈലേജ് കൊടുക്കുമെന്ന് വെച്ചാൽ 5 കിലോമീറ്റർ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് മാക്സിമം 70 to 80 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന് പറയും. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇത്രയാണെന്ന് പറയും. നിങ്ങളോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിൽ യു ബൈ ദിസ് കൈൻഡ് ഓഫ് എ കാർ? അതുപോലെയുള്ള ഒരു കാർ നിങ്ങൾ വാങ്ങുമോ? ആൻസർ ഈസ് നോ. ഈ ചോദ്യം തന്നെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഉത്തരം തന്നാൽ, അതായത് ഇവിടെ നോക്കൂ സർ, എൻ്റെ കോൾസ് വളരെ നന്നായിട്ടുണ്ട്, എൻ്റെ ഫ്രീക്വൻസി വളരെ നന്നായിട്ടുണ്ട്, ഞാൻ സന്തോഷമായിട്ട് ജോലി നോക്കുന്നുണ്ട്, എൻ്റെ പ്രോസസ്സ് വളരെ നന്നായിട്ടുണ്ട്, ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ റൂൾസ് എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നെ WFSCയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഗ്രീൻ മാർക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവറിഥിങ് ഈസ് ഗുഡ്, മൈ പ്രോഡക്ട്സ് ആർ ഗുഡ്, എവറിഥിങ് ഈസ് ഗുഡ്. കമ്പനി കാറിന്റെ റെപ്യൂട്ടേഷൻ നോക്കിയാൽ അത് വളരെ അമേസിംഗ് ആണ്, ഹൈ ലെവലിലും ഉണ്ട്. ബട്ട് സർ, എൻ്റെ പ്രൊഡക്ടിവിറ്റി നോക്കിയാൽ അത് വളരെ കുറവാണ്. സർ, എൻ്റെ പ്രൊഡക്ടിവിറ്റി വെറും 5 ലക്ഷം രൂപയാണ്. അതുപോലെ എൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വെറും 3% മാത്രമേ ഉള്ളൂ. അതായത് സിംഗിൾ ഡിജിറ്റിലാണ് എൻ്റെ ഗ്രോത്ത്. IPMന്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 9.15 ഉണ്ട്. പക്ഷേ എൻ്റെ ഗ്രോത്ത് അത്രത്തോളം ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, വിൽ ഓർ ഷെൽ ഐ ബൈ ദിസ് കമന്ററി ഫ്രം യു? അതായത് നിങ്ങൾ പറയുന്ന ഈ കാര്യം ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഞാൻ ഇൻവോൾവ്മെന്റോടെ ജോലി ചെയ്യുന്നു, കഠിനമായി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കില്ല, ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ ഏതെങ്കിലും മാനേജർ അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും അയാൾ ഒരു വിഡ്ഢിയാണ്, അയാൾക്ക് ഒന്നും അറിയില്ലെന്ന് പറയാം. ആൻഡ് യു ആർ ജസ്റ്റ് പ്രിറ്റൻഡിങ് ഇറ്റ്. ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കും? കാരണം മാൻകൈൻഡിന്റെ ഫിലോസഫിയിൽ എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ വെക്കാം. 3 പീസ് ഉണ്ട്: പീപ്പിൾ, പ്രോസസ്സസ് ആൻഡ് പ്രോഡക്റ്റ്. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾ 90% ഇമ്പോർട്ടൻസ് നൽകണം. എങ്ങനെ? ജനങ്ങളുടെ മേൽ 40% വെക്കുക. എത്രത്തോളം അവർ കഷ്ടപ്പെടുന്നു, അവരുടെ ഡ്രൈവ് എന്താണ്, ഉദ്ദേശം എന്താണ്, അവരെത്രത്തോളം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട്, ഓവറോൾ ആയിട്ട് അവരുടെ ലൈഫിന്റെ അംബീഷൻ എന്താണ്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കമ്പനിയെ സംബന്ധിച്ച് അവർ ഡെവലപ്മെന്റിന് വേണ്ടി തീർച്ചയായും ജോലി ചെയ്യണം, അപ്ഗ്രേഡിന് വേണ്ടി അവർ തീർച്ചയായും കഷ്ടപ്പെടുകയും വേണം. അതുകൊണ്ട് 40% തീർച്ചയായും ഇതിന് പ്രാധാന്യം നൽകണം. പിന്നെ 30% ഇമ്പോർട്ടൻറ്റ് നോക്കിയാൽ അത് പ്രോസസ്സിനാണ്. അതായത് കമ്പനിയുടെ പോളിസി എന്താണ്, ഇൻസെന്റീവ് പോളിസീസ് എന്താണ്, ട്രെയിനിങ് പോളിസി എന്താണ്, പിന്നെ ജനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെല്ലാം പോളിസികൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ സമയോചിതമായി പഴയ പോളിസികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ പോളിസികൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. പോളിസി എന്ന് വെച്ചാൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല പ്രചോദനം നൽകണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം, യങ്സ്റ്റേഴ്സിന് ചാൻസ് നൽകണം, മിഡിൽ മാനേജ്മെന്റിന് മുന്നോട്ട് പോകാനുള്ള സന്ദർഭങ്ങൾ നൽകണം, മെഡിക്കൽ റെപ്സിൽ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം? അതായത് 30% ശ്രദ്ധിക്കണം. ബാക്കിയുള്ള 20% അത് ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. പാക്കേജിൽ ഇംപ്രൂവ്മെന്റ് ചെയ്താലും ശരി, അല്ല DMF ചെയ്താലും, ഏത് കാര്യമാണെങ്കിലും, ടാർഗറ്റ് ആണെങ്കിലും എക്സ്പയറി ആണെങ്കിലും, എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്. അതായത് ക്വാളിറ്റിയെ കുറിച്ച്, അതിന്റെ ലുക്ക്, ഫീൽ, സ്മെൽ, പിന്നെ സൈസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. പിന്നെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. പിന്നെ ലൈസൻസ് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിക്കണം. പിന്നെ എല്ലാ പ്രോഡക്റ്റുകളും അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ആ കാര്യത്തിന് നമ്മൾ 20% ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. സോ അതായത് 40 + 30 + 20 ഇതെല്ലാം ഒന്നിച്ച് ചേർക്കുമ്പോൾ നമുക്ക് 90 കിട്ടും. ഇതെല്ലാം ഉണ്ടെങ്കിൽ സോ ഡോണ്ട് വി ഡിസേർവ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 10% ഇൻ നമ്പർ ഷുഡ് ബി ഗിവൺ ടു നമ്പേഴ്സ്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് പല വർഷങ്ങളായി പല ക്വാർട്ടേഴ്സ് ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ ഇൻവോൾവ് ആണ്, ഫ്രീക്വൻസി ചെയ്യുന്നുണ്ട്, ഞാൻ പഠിക്കുകയാണ്, പിന്നെ എൻ്റെ പ്രോഡക്റ്റ് ആറ്റിറ്റ്യൂഡും ഓപ്പൺ മൈൻഡും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പ്രോഡക്റ്റ് വാങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം വിഡ്ഢിയല്ല, നിങ്ങളാണ് വിഡ്ഢി. ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണായിട്ടാണ് പറയുന്നത്. ഞാൻ ബുദ്ധി കൂടുതൽ ഉപയോഗിക്കാറില്ല. എൻ്റെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ജനങ്ങൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ആ നമ്പേഴ്സിന്റെ ഉത്തരവാദിത്വം അവർക്കല്ലെന്നാണ്. ചില സമയം ജീവിതത്തിൽ ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ട്. അതായത് എൻ്റെ സീനിയർ മാനേജർ എന്ത് പറയുന്നു വെച്ചാൽ, സർ നമ്പേഴ്സിനെ കുറിച്ച് എന്നോട് സംസാരിച്ചാൽ മതി, കാരണം നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ മെഡിക്കൽ റെപ്പ് ആവശ്യമില്ലാതെ ടെൻഷൻ ആകുമെന്ന് പറയും. ആരെങ്കിലും നമ്പറിനെ പറ്റി സംസാരിക്കുമോ? എൻ്റെ ചോദ്യം ഒന്ന് മാത്രമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഫ്രീക്വൻസി ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ താനേ നമ്പർ വരില്ലേ?
അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നു, നമ്പേഴ്സിനെ കുറിച്ച് സങ്കടമില്ല. ഇതിനെപ്പറ്റിയുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു മീറ്റിംഗിൽ നമ്മുടെ സീനിയർ മാനേജർ സഞ്ജയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, ഏകദേശം 7 മാസത്തിന് മുമ്പ് നടന്നതാണ്. എനിക്ക് 2 മെയിൽ കിട്ടി, അതും വ്യത്യസ്ത സമയങ്ങളിൽ. അത് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ ശരിക്കും ഷോക്കായി. ഷോക്ക് എന്നല്ലാതെ വേറെ ഒരു വാക്കുമില്ല. മെയിലിൽ എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, സർ, എന്റെ സീനിയർ മാനേജർ എന്നോട് നിർബന്ധിച്ച് റിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം മാൻകൈൻഡിൽ 2 വർഷം റീജിയണൽ മാനേജറായി ജോലി ചെയ്ത ഒരാൾ, അതായത് R&Dയിൽ ജോലി ചെയ്ത ഒരാൾ ആ പോസ്റ്റിലേക്ക് വരാൻ പോകുന്നതായിട്ട് പറഞ്ഞു. ഒരു സെഡന്റെ അടുത്തു നിന്നും എനിക്കൊരു മെയിൽ വന്നു. അതായത് 1.5 വർഷമായിട്ട് സെഡനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു, അതും മാൻകൈൻഡിൽ. മെയിലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സർ, താങ്കൾ മാൻകൈൻഡിന്റെ വാല്യൂ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ ആ വാല്യൂ സിസ്റ്റത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എന്താണ് ചെയ്തത്? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത എന്റെ കോൾസ് നോക്കുക, എന്റെ പ്രോസസ് നോക്കുക. ഞാൻ കൾച്ചറോട് കൂടിയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് എന്റെ ടീമിനോട് സംസാരിക്കുമ്പോൾ സഞ്ജയുടെ ടീമിനോട് സംസാരിച്ചു, ആദിഷിനോട് സംസാരിച്ചു. അപ്പോൾ അവര് പറഞ്ഞത്, ഇദ്ദേഹം 1.5 വർഷം ജോലി ചെയ്തിട്ടും ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 70,000 റുപ്പീസ് ആണ്. മറ്റൊരാളുടെ പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 35,000 ആണ് സർ. പിന്നെ അയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് സർ, ഞാൻ പ്രോസസ് ചെയ്യുന്നുണ്ട് സർ, ഞാൻ കൾച്ചർ അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ നമ്പേഴ്സിന് ഞാൻ ഉത്തരവാദിയല്ല. അവസാനം ഇത് എങ്ങനെയുണ്ട്? അതായത് ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നു, കഠിനമായിട്ട് ജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യും, പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ഡു യു ഓർ വിൽ യു ബൈ ദിസ്? ഇപ്പൊ അങ്ങനെയല്ലേ സംഭവിച്ചത്? മാൻകൈൻഡ് ഒരു അത്ഭുതകരമായ കമ്പനിയാണ്. മാൻകൈൻഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർ തീർച്ചയായും നല്ലവരാണ്. പക്ഷെ സാലറി സമയത്തിന് കിട്ടില്ല, നല്ല ശമ്പളം കിട്ടില്ല, നല്ല ഇൻസെന്റീവ് ലഭിക്കില്ല, നിങ്ങൾ ഒരിക്കലും വളരില്ല. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമോ? സർ, യു ആർ സപ്പോസ് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് കൾച്ചർ, ദിസ് മൈൻഡ് സെറ്റ് ഓഫ് ഫോർ ഓൾ ദി സീനിയർ മാനേജേഴ്സ്, ഫോർ ഓൾ ദി മെഡിക്കൽ റെപ്പ് ഷുഡ് ഗോ എവേ. അതായത് നിങ്ങൾ നമ്പറിന് ഉത്തരവാദികളാണ്. വെറുതെ പെട്ടെന്നൊന്നുമല്ല നമ്പറിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഒരു ക്വാർട്ടർ കഴിഞ്ഞപ്പോഴല്ല പറയുന്നത്. നിങ്ങൾ ഇത്രയും നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്, കമ്പനി ഒരു കാര്യത്തിലും പറ്റില്ലെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്പറിന് ഉത്തരവാദി നിങ്ങളല്ലെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ അത് അംഗീകരിക്കില്ല. എല്ലാവർക്കും ഒരു വ്യക്തമായ ക്ലാരിറ്റി ആവശ്യമാണ്. ടോപ്പ് മാനേജർ മുതൽ മെഡിക്കൽ റെപ്പ് വരെ ഈ വ്യക്തത വേണം. നിങ്ങളുടെ നമ്പറിനും നിങ്ങളാണ് ഉത്തരവാദി. 10% നിങ്ങൾ തുടർന്ന് കഷ്ടപ്പെട്ട് ഇൻവോൾവ് ആയി നല്ല പ്രോഡക്റ്റ് നൽകുകയാണെങ്കിൽ തീർച്ചയായും നമ്പേഴ്സ് വരും. നിങ്ങളാണ് ഉത്തരവാദി. കഴിഞ്ഞ ചില ക്വാർട്ടേഴ്സിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതെല്ലാം കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഷോക്കായിപ്പോയി. ലൈഫിലെ വലിയ ഷോക്ക്. ഫെബ്രുവരിയിലെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 100 രൂപ എന്ന് നമുക്ക് വെക്കാം. അങ്ങനെയുള്ള സമയത്ത് മാർച്ചിലെ സെയിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ അത് 50 രൂപയാകും? പറയൂ, ഇതെങ്ങനെ സംഭവിക്കും? മാർച്ച് 20-22 തീയതി നോക്കുകയാണെങ്കിൽ എല്ലാവരും ലീവിന് പോയി എൻജോയ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ് നോക്കിയാൽ, അതായത് മാർച്ചിൽ അത് വെറും മൈനസിലായിരിക്കും ഉണ്ടാകുക. അവരുടെ വർഷത്തിലുള്ള മൊത്തം ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് സിംഗിൾ ഡിജിറ്റിലായിരിക്കും. കാരണം ആഘോഷിക്കാൻ പോയി. ഇതിനെ എന്ത് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്? കമ്പനിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരാമോ? അതായത്, സർ, ഞങ്ങൾ ജോലി ചെയ്തു, പക്ഷെ നമ്പേഴ്സിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, അതും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ സാധിക്കുമോ? ഒരു രീതിയിലുള്ള ഡെല്യൂഷൻ മാൻകൈൻഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയാം. അത് തീർച്ചയായിട്ടും തകർക്കണം. അതുകൊണ്ടാണ് ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം എല്ലാവരും നന്നായി മനസ്സിലാക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നു, നാളെ തന്നെ അത് കൊണ്ടുവരണമെന്ന് നിങ്ങളോട് പ്രഷർ ചെയ്യുന്നില്ല. അതായത് പുതിയതായിട്ട് ഒരാൾ വന്നു, അയാളുടെ തലയിൽ എല്ലാ പ്രഷർ ഇടാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അയാളുടെ അടുത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ അവന്റെ ഗ്രേഡ് ഉയരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അതിനുവേണ്ടി, ശരി, ഞാൻ 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞു, മാർച്ച് കുറഞ്ഞാലും ഏപ്രിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പാടില്ല. 1 വർഷം മോശമാണെങ്കിൽ മറ്റൊരു വർഷം നന്നായിരിക്കും എന്ന് പറയരുത്. ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ, അതായത് നിങ്ങളുടെ നമ്പേഴ്സ് നോക്കുമ്പോൾ 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കും. അതായത് ഗ്രോത്ത് 4 ഇല്ലെങ്കിൽ 5% മാത്രമേ കാണൂ. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ യൂണിറ്റ് ഗ്രോത്ത് മൈനസിലാണെന്നാണ്. പ്രൈസ് ഉയർന്നു. ഈ കൾച്ചർ മാൻകൈൻഡിൽ വരാൻ പാടില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നേരത്തെ സംഭവിച്ചതായിരിക്കും, പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇനി അങ്ങനെ സംഭവിക്കില്ല. മറ്റൊരു കാര്യം കൂടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കഠിനമായ തീരുമാനങ്ങളും ആക്ഷനും എല്ലാം എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഫിൽട്രേഷൻ. വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ഫിൽട്രേഷന് യാതൊരുവിധ ബൗണ്ടറിയില്ല. മീററ്റിലും സംഭവിക്കാം, ബോംബെയിലും സംഭവിക്കാം, ആന്ധ്രാപ്രദേശിലും സംഭവിക്കാം, കേരളത്തിലും സംഭവിക്കാം, എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതുപോലെയുള്ള മാനേജർമാർക്ക് ഞങ്ങളുടെ അടുത്ത് സ്ഥാനമില്ല. ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്. ഏതെങ്കിലും ഒരു മാനേജർ ഈ കറപ്ഷനിൽ കുടുങ്ങുകയാണെങ്കിൽ
ഉടൻ തന്നെ അദ്ദേഹം കമ്പനിയിൽ നിന്നും പുറത്തു പോകണം. ഇതാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ, വേറെ മാർഗമൊന്നുമില്ല. ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഫ്രം ടോപ്പ് മാനേജേഴ്സ്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ സിവിയർ ആക്ഷൻ എടുത്ത് നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ അതിന് ഞാൻ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ. അതിനുവേണ്ടിയാണ് പറയുന്നത്. മനസ്സിലാക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു വ്യക്തത വേണം. സെയിൽസ് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് എപ്പോൾ ഒരാൾക്ക് തോന്നുന്നുവോ അപ്പോൾ ഞങ്ങൾ ഈ ആക്ഷനിൽ ഇറങ്ങും. അവരിതുപോലെ ആലോചിക്കാനുള്ള കാരണമായി എനിക്ക് തോന്നുന്നത്, അതായത് ആദ്യത്തെ കാരണം, ഏതോ ഒരു വിധത്തിൽ അവരുടെ ഉള്ളിൽ ആ വിശപ്പില്ല. അവർക്കുള്ളിലുള്ള ആ വിശപ്പ് തീർന്നെന്ന് പറയാം. ഏതോ ഒരു വിധത്തിൽ അവരുടെ ഉള്ളിലുള്ള ജയിക്കണമെന്നുള്ള ലക്ഷ്യമില്ലാതാകുന്നു. അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ബെറ്റർ ആയിട്ടുള്ള പ്രൊമോഷൻ അവർ ആഗ്രഹിക്കുന്നുമില്ല, ബെറ്ററായ ഡിസിഗ്നേഷൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ സെക്കൻഡ് റീസൺ ബേസിക്കലി നോക്കിയാൽ, പ്രത്യേകിച്ചൊരു ആഗ്രഹങ്ങളില്ലാതാണ് ചിലർ വരുന്നത്. പലർക്കും പല കാര്യങ്ങളിലും യാതൊരു ആംബിഷനും ഇല്ല. അതായത് ജീവിതത്തിൽ ജയിക്കണം. പിന്നെ പുതിയതായിട്ട് വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ജയിപ്പിക്കാൻ വേണ്ടി കമ്പനി പ്രചാരം നടത്തുന്നു. എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലർക്ക് ഒരു ലക്ഷ്യബോധവുമില്ല. പിന്നെ മൂന്നാമതായി, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാരണം, അതായത് ജോലി നഷ്ടപ്പെടുമെന്നുള്ള പേടി ജനങ്ങൾക്ക് തീരെയില്ല. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ റേസിൽ നോക്കുകയാണെങ്കിൽ ചിലർ നാഷണൽ ഹെഡ് ആയിരിക്കും, ചിലർ സോണൽ മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ നാഷണൽ മാനേജർ ആയിരിക്കും. അവരാരും ഈ റേസിൽ ഇല്ല. പിന്നെ ആരെങ്കിലും വന്ന് നമ്മളെ ബീറ്റ് ചെയ്യും എന്നുള്ള ഒരു പേടി ഇവർക്ക് തീരെയില്ല. പിന്നെ രണ്ടാമത്തെ പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അവസാനം എന്തെങ്കിലും ചെയ്ത് ജോലി പൂർത്തിയാക്കും. ഫ്രീക്വൻസി അവർ കാണിക്കും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ധാരാളം സെയിൽസ് എല്ലാം കാണിച്ചിരുന്നു. ഇപ്പോൾ സിംഗിൾ ഡിജിറ്റൽ ഗ്രോത്ത് ആയാൽ എന്ത് സംഭവിക്കും? എന്ത് വ്യത്യാസമാണുള്ളത്? ആരും എന്റെ മേൽ ആക്ഷൻ എടുക്കില്ലെന്ന് കരുതും. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, സർ, ദിസ് ഈസ് എ ഡിഫറെന്റ് ഇയർ. കഴിഞ്ഞ ചില ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് വളരെ കഠിനമായി, സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ നടന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ആർക്കൊക്കെ സ്ഥാനമില്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അതായത് ആംബിഷൻ ഇല്ലാത്തവർ, വിശപ്പില്ലാത്തവർ. പിന്നെ ചിലർ പറയും, ഞാൻ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാറില്ല, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതുകയാണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ മാത്രമേ നടക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ദയവ് ഇത് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തി ദിവസം തോറും ശരിക്കും കഷ്ടപ്പെട്ട് ഞാൻ റെസ്പോൺസ് എടുക്കില്ലെന്ന് പറയാൻ പാടില്ല. ഞാൻ ഡോക്ടറിന്റെ ചേംബറിൽ പോയി, എന്നാലും എനിക്ക് ഉത്തരവാദിത്വം വന്നില്ല. ഇതിനുള്ള ഒരേ ഒരു കാരണം, അതായത് അവന് യാതൊരുവിധ ഒബ്ജക്റ്റീവും ഇല്ല, അവന് സെൽഫ് ഇമ്പോസ്ഡ് പ്രഷർ ഇല്ല. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ റൂട്ട് കോസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ അവന് ഇന്റൻഷൻ തീരെയില്ല. പക്ഷെ ആ സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആ ഇന്റൻഷൻ വരികയാണെങ്കിൽ, അത് നിങ്ങൾ പ്രിസ്ക്രിപ്ഷനിൽ കൊണ്ടുവന്നാൽ, സർ, അതിനുശേഷം നിങ്ങളുടെ ടോൺ മാറും, നിങ്ങളുടെ ഡിമാൻഡ് മാറും, നിങ്ങളുടെ ഡിമാൻഡ് ചെയ്യുന്ന വിധവും മാറും, പിന്നെ നിങ്ങൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന വിധവും മാറും, നിങ്ങളുടെ 100% ഔട്ട്പുട്ട് നിങ്ങൾ നൽകും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വെറും ഫോർമാലിറ്റിക്ക് മാത്രമേ എല്ലാം നടക്കൂ. പിന്നെ വെറും പേപ്പർ വർക്ക് മാത്രമേ ഞങ്ങളെ കാണിക്കാൻ സാധിക്കൂ. അതിൽ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീൻ ഗ്രേഡ് ആയിട്ട് മാത്രമേ കാണൂ. ഇതെല്ലാം ഉണ്ടെങ്കിലും ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും. അതുകൊണ്ട് വീണ്ടും ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ഉള്ളിൽ അതുപോലെയുള്ള ഒരു ഇന്റൻഷൻ ഇല്ലാതെയോ ഇല്ല ഒബ്ജക്റ്റീവ് ഇല്ലാതിരുന്നാലോ, അതായത് എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ IPMന്റെ ഗ്രോത്ത് 2 മടങ്ങ് ഉയർത്തണം. അതായത് IPM 9% വളർന്നാൽ എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് 18% ആക്കണമെന്നുള്ളതാണ്. ആ വാലിഡ് പോയിന്റ് നിങ്ങളുടെ പക്കൽ ഇല്ലാതെ നിങ്ങൾ മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ, അതായത് ഈ വർഷം എന്റെ ഗ്രോത്ത് കുറഞ്ഞു, അടുത്ത വർഷം അത് മാനേജ് ചെയ്യാൻ എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, ദയവ് ഇത് മനസ്സിലാക്കുക, ഡേറ്റയുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ സ്മാർട്ടാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും 4 വർഷത്തെ ഡേറ്റ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടൂർ പെർ റാം ചെക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നു, നിങ്ങളുടെ കോസ്റ്റ് ചെക്ക് ചെയ്യുന്നു, എല്ലാം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ശ്രദ്ധിക്കും, എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷേ ഗ്രോത്ത് മാത്രം നന്നല്ല. കാരണം എന്താണ്? ഏതോ ഒരു പ്രശ്നം തീർച്ചയായും ഉണ്ട്. അത് മാത്രമല്ല, അതായത് എവിടെയാണ് അവർ പറയുന്നത് കറക്റ്റ്, അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്, എന്നാൽ ഏതോ ഒരു കുറവ്. അതായത് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുമുണ്ട്, പക്ഷെ സാധനങ്ങളിൽ ഇൻഫിൽട്രേഷൻ സംഭവിക്കുന്നു. ചിലർ വളരെ ഇൻവോൾവ് ആയിരിക്കും, അവർക്കുള്ള ഇൻസെന്റീവ് നൽകുന്നു, അതും അവരുടെ യോഗ്യത അനുസരിച്ച്. ആ സ്ഥലത്ത് സൂപ്പർ ഹാർഷ് ആക്ഷൻസ് ഒന്നും കാണില്ല. അതുപോലെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായും ആരും കാണില്ല. മറ്റൊരു ദിശയിൽ നോക്കിയാൽ, കഷ്ടപ്പെട്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ, അതായത് ബെസ്റ്റ് ഓഫ് ഇൻസൈറ്റീവ്സിനെ ഈ വർഷം ഒരു 200 പേരെങ്കിലും യൂറോപ്പിലേക്ക് അയക്കാൻ പോകുന്നു. അതൊരു റിവാർഡാണ്. ഈ വർഷം, അതായത് ഇനി 1.5 വർഷത്തേക്ക് പുതു ഡിവിഷൻ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നില്ല. മാൻകൈൻഡ് നീഡ്സ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത 18 മാസം, അതായത് 2 വർഷത്തിനുള്ളിൽ ഇവർക്ക് ലീഡറായിട്ട് വരുന്നവരില്ലേ, അവരെ കമ്പനിയിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദി സെയിം ടൈം സർ, ആരൊക്കെയാണോ ഇവിടെ കറപ്റ്റായിട്ടുള്ളത് അവരെയും വെറുതെ വിടില്ല.
നിങ്ങൾ തന്നെ പറയൂ, പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെ പോസിബിൾ ആവും? കാരണം നിങ്ങൾ കറപ്റ്റ് അഗ്രസീവ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ധാരാളം പണം ചെലവഴിച്ചു. പക്ഷെ അതിന് പകരം നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് ന്യായമാണോ? പറയൂ. നല്ലവരെ ഉയർത്തണം, മോശപ്പെട്ടവരെ കണ്ടുപിടിക്കണം, ശരിയാക്കണം. ഇതാണ് മാൻകൈൻഡിൽ ഭാവിയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഡേറ്റയ്ക്ക് വളരെ വലിയ പവർ ആണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ പക്കൽ ധാരാളം പേരുടെ ഡേറ്റ ഉണ്ടെന്ന് കരുതുക. എല്ലാം ചെക്ക് ചെയ്യും. എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെഡിക്കലിലുള്ള എല്ലാ മാനേജർമാരെയും ചെക്ക് ചെയ്യണം. അതായത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ചെക്ക് ചെയ്യണം. 4 വർഷത്തെ ഡേറ്റ എന്താണെന്ന് നോക്കണം. അദ്ദേഹത്തിന്റെ ടൂർ പ്രോഗ്രാം, കാർ, ചെലവുകൾ, അദ്ദേഹത്തിന്റെ സെയിൽസ്, അദ്ദേഹത്തിന്റെ പുതിയ പ്രോഡക്റ്റിന്റെ സെയിൽ, പിന്നെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ്, എന്ത് സംഭവിക്കുന്നു നോക്കണം. അറ്റ് ദി സെയിം ടൈം പുതിയ ഡിവിഷനിൽ പുതിയതായിട്ട് വരുന്ന എല്ലാവരുടെ മേലും സെയിൽസിന്റെ പ്രഷർ ഒരിക്കലും ഇടാൻ പാടില്ല. വർക്ക് പ്രഷർ ഉണ്ടായിരിക്കണം. പക്ഷെ അതിനോടൊപ്പം ഒരാൾ 3 മാസം, 6 മാസം, 9 മാസം, ഇല്ല വർഷം മുഴുവനും ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ തീർച്ചയായും ഈ ചോദ്യം ചോദിക്കണം: നിങ്ങളുടെ സെയിൽ എത്ര? ഗ്രോത്ത് എവിടെ? ഇതെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും സർ. മെഡിക്കൽ റെപ്പിന്റെ അടുത്ത് തീർച്ചയായിട്ടും ചോദിക്കണം സർ. ബട്ട് ദർ ഈസ് എ വേ. അവരോട് വെറും സെയിൽസിനെ കുറിച്ച് മാത്രം ചോദിക്കരുത്. അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ, റീട്രേഡ് അഗൈൻ വൺ തിങ്. അതായത് ഞങ്ങൾ ആരൊക്കെ കമ്പനിയിൽ ഷോ ഓഫ് ചെയ്യുന്നുവോ അവർക്കെതിരായിട്ടുള്ള ആക്ഷൻ തീർച്ചയായിട്ടും എടുക്കും. മാത്രമല്ല, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാലും ആക്ഷൻ എടുക്കും. പക്ഷെ ആരൊക്കെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നുവോ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് അവർക്ക് പ്രൊമോഷൻ നൽകി എല്ലാ സഹായങ്ങളും ചെയ്യും. ഡേറ്റ മുഖേനയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷെ പൊതുവെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇതെല്ലാം സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ റാങ്കിങ്ങും നൽകും. അത് വെച്ച് നിങ്ങളെ ഞങ്ങൾ ചെക്ക് ചെയ്യും. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഐ വിഷ് യു ഗുഡ് ലക്ക്. എന്റെ ആഗ്രഹം മാൻകൈൻഡിന്റെ ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് ഡബിൾ ദി ഗ്രോത്ത് ടു IPM. ആരൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നുവോ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അവരവരുടെ നമ്പേഴ്സിന് അവരവരാണ് ഉത്തരവാദിത്വം. പീപ്പിൾ, പ്രോസസ്സസ് ആൻഡ് പ്രോഡക്ട്സിൽ നിങ്ങളുടെ 90% ശ്രദ്ധയും വേണം. ആൻഡ് ഈ വർഷം നല്ലൊരു വർഷമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് വൺ മോർ തിങ്, ഈ വർഷം എല്ലാ മാനേജേഴ്സും തീർച്ചയായും 3 പ്രാവശ്യം ഹെഡ് ഓഫീസിൽ വന്ന് മീറ്റ് ചെയ്യണം. അവരോട് ഞങ്ങൾ സംസാരിക്കും. 3 പ്രാവശ്യം. വർഷത്തിൽ 1 പ്രാവശ്യമേ മീറ്റിംഗ് ഉള്ളൂന്ന് കരുതണ്ട, 3 പ്രാവശ്യം വരണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. 2 വ്യക്തികളുണ്ട്. ഒരാളുടെ പേര് രാമും ഒരാളുടെ പേര് ശ്യാമും. രാം നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ കൃത്യമായി 5 കിലോമീറ്റർ നടക്കും. പിന്നെ ശ്യാം ആ 5 കിലോമീറ്റർ നടക്കാൻ 1 മണിക്കൂർ 20 മിനിറ്റും എടുക്കുന്നു. ആരാണ് ബെറ്റർ? നിങ്ങൾ രാമെന്ന് പറയും. യു ആർ റൈറ്റ്. ഇനി ഞാൻ അടുത്ത ഡേറ്റ പറയാം. രാമിന്റെ വയസ്സ് 30, ശ്യാമിന്റെ വയസ്സോ 7. ഇപ്പൊ ആരാണ് ബെറ്റർ? ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? 7 വയസ്സിൽ ശ്യാം 5 കിലോമീറ്റർ നടക്കുന്നത് വലിയ കാര്യം, അതുകൊണ്ട് അവനാണ് ബെറ്റർ എന്ന് നിങ്ങൾ പറയും. ഇനി മറ്റൊരു കാര്യം പറയാം. രാം ഏത് പാതയിലാണോ സഞ്ചരിച്ചത് ആ പാതയിൽ ധാരാളം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഴികൾ നിറയെ ഉണ്ടായിരുന്നു, കുളങ്ങൾ ഉണ്ടായിരുന്നു, നദി ഒഴുകുന്നുണ്ട്, അതുപോലെ പലതും ഫേസ് ചെയ്തു. പക്ഷേ ശ്യാം പോയ പാതയുണ്ടല്ലോ, വളരെ സ്മൂത്തും അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റും ആയിരുന്നു. ഇപ്പൊ ആരാണ് ബെറ്റർ എന്ന് പറയൂ? രാമെന്നല്ലേ പറയാൻ പോകുന്നത്. ദാറ്റ്സ് ദി പവർ ഓഫ് ഡേറ്റ. ഡേറ്റയ്ക്കുള്ളിൽ നമ്മൾ എത്രത്തോളം ഡീപ്പറായിട്ട് പോകുന്നോ അത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. അത് വെച്ച് ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കാം. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഐ വിഷ് യു ഗുഡ് ലക്ക്. ഡേറ്റ ചെക്ക് ചെയ്യുക. എത്രത്തോളം സത്യസന്ധനാണ്, എപ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്തു, ഏത് കമ്പനിയിൽ നിന്നാണ് വന്നത്, ഏത് ഡിവിഷനിൽ ജോലി ചെയ്യുന്നു, ഏത് സാഹചര്യത്തിലാണ് വന്നത്, അവൻ എന്താണ് ബുദ്ധിമുട്ട്, ഇതെല്ലാം മനസ്സിലാക്കിയാൽ നിങ്ങളൊരു ബെറ്റർ മാനേജർ ആയിരിക്കും. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. പിന്നെ എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്റൻഷൻ അടുത്ത വർഷം മുതൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.